നമസ്കാരം. എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവാദം ആണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും ഞെട്ടലുണ്ടാക്കുന്നില്ല. കാലാകാലങ്ങളിൽ ഇത് തന്നെയാണ് കേരളത്തിൽ നടന്നു പോരുന്നത്. പക്ഷെ ആരും തന്നെ അതിനുവേണ്ടി അതിൻ്റെ പിന്നാലെ പോയി അതിനെതിരെ പ്രതിഷേധിച്ച് ഊർജം കളയാനും സമയം കളയാനും തയ്യാറായിരുന്നില്ല. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി യുവതയൊക്കെ നാട് കടക്കുകയാണ് പതിവ്. കാരണം ഇവിടെ സമയം കളഞ്ഞ് അതിൻ്റെ പിന്നാലെ നടക്കാൻ ആർക്കും അതിനുള്ള റിസോഴ്സസും ഇല്ല. പിന്നെ എത്രയും പെട്ടെന്ന് ഈ നാട് തന്നെ വിട്ട്, നശിച്ച നാട് തന്നെ വിട്ട്, അങ്ങനെയാണ് യുവത പറഞ്ഞു പോയിരുന്നത്. ഇവിടെയാണെങ്കിൽ സോ മെനി ഡോൺസ്, അരുതുകളേറെ, ഒരു സ്വാതന്ത്ര്യമില്ല, ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇല്ല, സമത്വമില്ല, ഈ നാട്ടിൽ നിന്ന് പോകുകയല്ലേ നല്ലത് എന്ന് പറഞ്ഞ യുവത വളരെ വലിയ തോതിൽ ഒരു ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ല, അത്രയും വിദ്യാഭ്യാസ യോഗ്യത ഒന്നുമില്ലാത്ത ആൾക്കാരും നാട് വിട്ടു പോവുകയായിരുന്നു. ഈവൻ ഡ്രൈവേഴ്സ് തന്നെ യൂറോപ്പിലേക്കും മറ്റോടത്തേക്കും കാനഡയിലൊക്കെ പഴം പെറുക്കാൻ വേണ്ടി ഒക്കെ പോകുകയായിരുന്നു ഇവിടുത്തെ ആൾക്കാർ. ഗൾഫ് നാടുകളിൽ പോവുക. അപ്പോൾ ഇവിടെ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ജുഡീഷ്യറി സ്ട്രോങ് അല്ല, അതിൻ്റെ പിന്നാലെ നടന്ന് സമയം കളയാനും ഇല്ല എന്നൊരു രീതിയിൽ എല്ലാവരും പോകുക തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പോക്കിന് ഒരു ബ്ലോക്ക് വന്നിരിക്കുകയാണ്. എല്ലാ നാട്ടിലും ഇനിയിപ്പം ഇമിഗ്രൻസ് ഇവിടുന്ന് കുടിയേറ്റ നിയമങ്ങളും ഒക്കെ തന്നെ വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യാണ്. കുടിയേറ്റ നിയമങ്ങൾക്കൊക്കെ മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ അവിടെ പോയാലും വലിയ മെച്ചമൊന്നുമില്ല. രണ്ടാംകിട പൗരന്മാരായിട്ടിങ്ങനെ നിൽക്കാൻ തയ്യാറാണ്, പക്ഷെ അവർ നിർത്താൻ തയ്യാറല്ല എന്നൊരവസ്ഥ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നമുക്കും കൂടി അവകാശമുണ്ട്. ഇത് ജനാധിപത്യ വ്യവസ്ഥയാണ്. ഇവിടെ പണക്കാരന് മാത്രം ജീവിച്ചാൽ പോരാ, നമുക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന ഒരു തിരിച്ചറിവ് പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ആർജവം ഇപ്പോൾ യുവത കാണിക്കുന്നു. അതിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുകയാണ്. കാരണം നമുക്ക് നിഷേധിക്കപ്പെട്ടത് യുവതയ്ക്കെങ്കിലും കിട്ടട്ടെ എന്നുള്ളത്. തിണ്ണമിടുക്കുള്ളവർക്ക് മാത്രമായിരുന്നു ഇവിടെ ഇത്രയും കാലം വലിയ വലിയ പോസ്റ്റുകളൊക്കെ മരുന്നിന് കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരവും പണത്തിൻ്റെ അതിപ്രസരവും എല്ലാ മേഖലകളും കലാകാലങ്ങളായിട്ട് നടന്നു പോന്നിരുന്നു. അതുകൊണ്ട് ഒട്ടും ഞെട്ടലില്ല. പക്ഷേ ഈ PSCയിൽ നടക്കുന്ന അഴിമതി എന്ന് പറയുമ്പോൾ ഒരു കേവലം 1, 2 അല്ലെങ്കിൽ 5, 6 അല്ലെങ്കിൽ വേണ്ട 10 ആൾക്കാരുടെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ഒരു വ്യക്തിപരമായ കുറ്റകൃത്യം എന്ന് അതിനെ വിളിക്കാനാവില്ല. അതൊരു സോഷ്യൽ ക്രൈമാണ്, സാമൂഹിക ക്രൈമാണ്. കാരണം ഒരു തലമുറയുടെ പ്രതീക്ഷകളെയും ജനാധിപത്യ മൂല്യങ്ങളെയും തകർക്കുന്ന ഒരു സാമൂഹിക കുറ്റമായിട്ട് തന്നെ അതിനെ കാണാൻ സാധിക്കുള്ളൂ. അംഗങ്ങളുടെ വഴിവിട്ട അംഗങ്ങൾക്കിടയിലുള്ള വഴിവിട്ട പണമിടപാടുകളും അതുപോലെ അഴിമതിയൊക്കെ തന്നെ തികച്ചും സാമൂഹിക വിരുദ്ധമായ ഒരു സാമൂഹിക വിരുദ്ധതയാണ്, സാമൂഹിക ക്രൈം തന്നെയാണ്. അപ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSC എന്ന് പറയുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിൽ നടക്കുന്ന ഇങ്ങനെ വലിയൊരു ക്രമക്കേടുകളൊക്കെ നടക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് അത്തരം ഭരണഘടനയിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത്. കാരണം PSCയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് പൊതുജനങ്ങളുടെ രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ അവരത് ലംഘിക്കപ്പെടുക എന്ന് പറഞ്ഞെങ്കിൽ രാജ്യവിരുദ്ധ കുറ്റമാണത്. നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ഭരണ സാരഥികൾ അല്ലെങ്കിൽ ഭരണകൂടം തന്നെ നെക്സലൈറ്റിൻ്റെ തലയ്ക്ക് ഇത്ര കോടി എന്നൊക്കെ പറഞ്ഞ് ഓരോ സംസ്ഥാനങ്ങൾക്കും അങ്ങനെ ഒരു ഓഫറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ രാജ്യവിരുദ്ധ കുറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ്. ഇത് രാജ്യവിരുദ്ധ കുറ്റമല്ലേ? പൊതു ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും ക്ഷേമങ്ങൾ താല്പര്യങ്ങൾ കാവലാളാകേണ്ടവർ തന്നെ ഇത്രയും വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുകയും അഴിമതി നടത്തുകയും പണമിടപാടുകൾ നടത്തുകയും അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളവരെ ഉത്തരവാദിത്തപ്പെട്ട തസ്തികയിൽ നിയമിക്കുകയും ചെയ്യുന്നത് രാജ്യവിരുദ്ധതയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാണ് രാജ്യവിരുദ്ധത. ആ രാജ്യവിരുദ്ധതയ്ക്ക് ട്രസനുള്ള എന്ത് പണിഷ്മെൻ്റ് ആണോ അത് തന്നെയാണ് ഇവർക്കും കൊടുക്കേണ്ടത്. ഈ തസ്തികയിലേക്ക് ഈ PSC അംഗമാവാൻ തന്നെ ഇവർ ലക്ഷങ്ങളും കോടികളും രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത്രയും കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്കധികം സമ്പാദിക്കാം എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണല്ലോ. അപ്പം നോക്കൂ, അത് എത്ര കണ്ട് ആഴത്തിലാണ്, ആ ആഴത്തിലുള്ള കുറ്റമാണെന്ന് തന്നെ നോക്കുന്നു. ഇത്രയും പൈസ കൊടുത്ത് ഇവർ തന്നെ അംഗങ്ങൾ മറ്റു ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് കാശ് വാങ്ങാൻ കാരണം എന്താ? അംഗങ്ങൾ എത്രയധികം മുടക്കിയിട്ടുണ്ട്. ആ മുടക്കുമ്പോൾ അതിനുള്ളത് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ്. അർഹരൊന്നുമില്ല, അണ്ടനെയും അടകോടനെയും ഒക്കെ PSC ട്രേഡ് യൂണിയനിൽ നിന്ന് വരുന്നവരൊക്കെ PSC അംഗങ്ങളാണ്. അപ്പോൾ അവർ അത്രയ്ക്കധികം കാശ് അവർക്ക് കൊടുക്കാനുണ്ട്. ആ കൊടുത്ത കാശിൽ നിന്ന് ഒരു കച്ചവടമാണ്. അതിൻ്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ തങ്ങൾക്ക് കിട്ടണം എന്ന രീതിയിലാണ് അവർ കാശ് കൊടുത്ത് അവിടെ കയറി പറ്റുന്നത്. എന്നിട്ട് ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ ഇല്ലാത്തവരായിരിക്കും, എന്നാലും കഷ്ടപ്പെട്ടും ജോലി കിട്ടിയില്ലെങ്കിൽ ഇത്ര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പിന്നെ അവർ പഠിച്ച വിഷയവുമായി പുലബന്ധം പോലും ഇല്ലാത്ത പണികൾ പിന്നീട് ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വരികയാണ്. അത് എത്ര കണ്ട് മനപ്രയാസം അവർക്കുണ്ടാക്കുമെന്നുള്ളത് കൂടി ആലോചിക്കുക. അപ്പോൾ അവിടെ ഈ താല്പര്യങ്ങൾ ജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടവർ തന്നെ ഇത് വയലേറ്റ് ചെയ്യുമ്പോൾ ഭരണഘടന ഉറപ്പു തരുന്ന നീതി, സാമൂഹിക നീതി അല്ലെങ്കിൽ നീതി, സമത്വം, തുല്യത എന്ന ഭരണഘടനാ മൂല്യങ്ങളെല്ലാം തന്നെ തകർക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അർഹതയുള്ളവർക്കും കഴിവുള്ളവർക്കും മുൻഗണന കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിത്തറ. അതില്ലാണ്ടാവുമ്പോൾ അരാജകത്വം തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അധ്വാനത്തിനൊന്നും ഫലമില്ലെന്നും പിന്നെ പണമുള്ളവർക്ക് മാത്രമേ അണിയറയിൽ പണമിടപാടുകളാണ് നടക്കുന്നതെന്നും മനസ്സിലാക്കിയ പിന്നെ യുവത കടുത്ത നിരാശയിലേക്ക് പോകും. മാത്രമല്ല അവർക്ക് വ്യവസ്ഥയോട് വളരെയധികം വിദ്വേഷവും വരും. പിന്നെ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ നാടിൻ്റെ ഉൽപ്പാദനക്ഷമതയെ അത് വളരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരമൊരു അവസ്ഥയിലേക്ക് ഈ ജനങ്ങളുടെ നികുതിക്കരം കൊണ്ട് നിലനിർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു അഴിച്ചുപണി സംവിധാനം വളരെയധികം ആവശ്യമാണ്. അവിടെ പരസ്പര വിശ്വാസമില്ല. ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുക മാത്രമല്ല, പരസ്പര വിശ്വാസവും നഷ്ടപ്പെടുകയാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സോഷ്യൽ ക്യാപിറ്റലാണ്. പരസ്പരമുള്ള വിശ്വാസവും ആദരവും ട്രസ്റ്റും ഒക്കെ തന്നെയാണ്. അത് ഡിസ്റപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അരാജകത്വമാണ്. എനിക്ക് നിങ്ങൾ വിശ്വസിക്കാമോ? ഡിസോണസ്റ്റ് ആയിട്ടുള്ള സിറ്റിസൻസിനെ ബ്രീഡ് ചെയ്യും. പിന്നെ എനിക്ക് ഒരാളടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ ഇവൻ കള്ളനാണോ? കാരണം നിയമമൊന്നും ഇവിടെ ഇല്ല, റിജിഡല്ല, ജുഡീഷ്യറി സ്ട്രോങ് അല്ല, ഇവൻ എന്നെ പറ്റിക്കും, ഞാൻ പറ്റിക്കപ്പെടും, എനിക്ക് പിന്നെ പോയി പറയാനൊരു ഇടം പോലും ഇല്ല, ഞാൻ അതിൻ്റെ പിന്നാലെ പോയി നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ തകർക്കപ്പെടുകയാണ് കലാകാലങ്ങളായിട്ട്. ഇപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് ഒരു ഞെട്ടലുമില്ല.
തുറന്നു പറഞ്ഞല്ലോ, സംഘടിച്ച് കുഞ്ഞുങ്ങൾ പുറത്തു വന്നല്ലോ, സമരത്തിന് തയ്യാറായല്ലോ യുവത. സന്തോഷം, അത് വളരെ നല്ലതാണ്. പ്രൊലോങ് ചെയ്ത് കേസ് കൊണ്ടുപോവുകയാണെങ്കിൽ ജുഡീഷ്യറിയും പ്രശ്നത്തിലാവും, ജുഡീഷ്യറിയും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ സംഗതി കൊണ്ട് നമ്മൾ തുല്യത ഇല്ലാണ്ടാക്കുമ്പോൾ എന്താ, കാശുള്ളവൻ്റെ മകനെ ഡോക്ടർ ആവുന്നുള്ളൂ, കാശുള്ളവൻ്റെ മകനെ എഞ്ചിനീയർ ആവുന്നുള്ളൂ, കാശുള്ളവൻ്റെ മകനെ പ്രൊഫസർ ആവുന്നുള്ളൂ, കാശുള്ള മകനെ അധ്യാപകനാവുന്നു എന്ന സ്ഥിതി എന്ന് വരുമ്പോൾ അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, വിരുദ്ധമാണത്. അതായത് പണമില്ലാത്തവൻ കൂടുതൽ പണക്കാരനവും പണമില്ലാത്തവൻ തീരെ പാവപ്പെട്ടവനും പാർശ്വവൽക്കരിക്കപ്പെടനുമായി തുടർന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അത് നന്നല്ല. അതുകൊണ്ട് തന്നെ ഈ PSC പബ്ലിക് സർവീസ് കമ്മീഷന് അഴിച്ചുപണി ആവശ്യമാണ്. അതായത് അണ്ടനും അടകോടനും കയറിയിരിക്കാനുള്ള ഒരു സംഗതിയല്ല, ഒരു സംവിധാനമല്ല ഈ കമ്മീഷൻ എന്നുള്ളത്. കൃത്യമായ, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൃത്യമായ യോഗ്യതയുള്ളവരെ മാത്രമേ അതിലേക്ക് വരാൻ പാടുള്ളൂ. ഫിൽറ്ററിങ് ആവശ്യമാണ് അവിടേക്കൊക്കെ. മാത്രമല്ല ഇവർ അഴിമതി നടത്തി എന്ന് വയ്ക്കുക. 10 കൊല്ലത്തെ ഹിസ്റ്ററി എടുക്കൂ, 10 കൊല്ലത്തെ അപ്പോയിൻമെൻറ്റ് ഹിസ്റ്ററി എടുക്കൂ. ഈ 10 കൊല്ലത്തെ 10 കൊല്ലമായി അംഗങ്ങളായിട്ടിരിക്കുന്ന ആൾക്കാരുടെ സോഴ്സ് ഓഫ് ഇൻകം ഒന്ന് നോക്കുക. കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള ഓർഡർ ഇടുക, അതെല്ലാം കണ്ടുകെട്ടുക. നിയമ നടപടികൾക്ക് പോകുമ്പോൾ കൃത്യമായ വളരെ ക്രിജിറ്റായിട്ടുള്ള നിയമ നടപടികൾക്ക് പോകണം. അത് സ്ക്രീനിങ് ഉണ്ട്, ഡിജിറ്റൽ സ്ക്രീനിങ്ങും ഒക്കെ വേണം. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള എന്താ പറയുക, എല്ലാതും കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടണം. അവരുടെ സ്വത്തുകളൊക്കെ കോൺഫിസ്കേറ്റ് ചെയ്യുക. അതേ ഇനി അതിനൊരു പോം വഴിയുള്ളൂ. PSC നിയമനങ്ങൾ ഇത്രയും പഴയകാലത്ത് ഈസി ആയിരുന്നു തട്ടിപ്പ് നടത്താൻ. അങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അയാളിപ്പോൾ ഇല്ല, മരിച്ചുപോയി. അയാൾ ഡിഗ്രിക്ക് തോറ്റ ഭാര്യയുടെ പരീക്ഷാ പേപ്പർ ജയിപ്പിച്ചിട്ട് അദ്ദേഹം ഭാര്യ ജോലിക്ക് കയറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാശ് കൊടുത്തിട്ടൊക്കെ. ആ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ അറുതി വരുത്തി വളരെ ട്രാൻസ്പെറൻ്റ് ആക്കേണ്ട സമയം ഹൈ ടൈം. നന്ദി, നമസ്കാരം.